നമുക്ക് ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പരിശോധിക്കാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള ഒരു ഭരണകൂടമെന്ന് അതിൻ്റെ അർത്ഥം. ഇത് ഭാവിയിൽ ഭൂമിയിൽ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടങ്ങളൊന്നും ദൈവത്തിൻ്റെ മുഴുവനായും പരിധിയിൽ പെട്ടിട്ടുള്ളതല്ല. അത് ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനാൽ നയിക്കപ്പെടുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടങ്ങളെല്ലാം. അതുകൊണ്ടാണ് കർത്താവ് ഒന്നാമത് വന്നപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയത്. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം തന്നെ ദൈവരാജ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. യേശു യോഹന്നാൻ തടവിൽ ആയ ശേഷം എന്ന യോഹന്നാനും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, യോഹന്നാൻ ഒരു യുഗത്തിൻ്റെ അറുതിയിലും യേശു മറ്റൊരു യുഗത്തിൻ്റെ ആരംഭത്തിലും നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ടുപേരും മാനസാന്തരത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. യേശുക്രിസ്തുവും ഇവിടെ തൻ്റെ വിഷയം ദൈവത്തിൻ്റെ രാജ്യം എന്നുള്ളതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് സ്ഥാപിതമാകുന്നത് എന്നുള്ള പല വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആദിമനുഷ്യൻ്റെ കാലത്ത് ഏദൻ തോട്ടം ദൈവരാജ്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ ആദാമിനോടും ഹവ്വായോടും കൂടെ ദൈവം ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടതായ ആവശ്യങ്ങളെല്ലാം നടത്തി പരിപാലിച്ചു പോകും. പിന്നീട് അനുസരണക്കേട് മൂലം ആ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം ആദാം പിന്തിരിയേണ്ടി വന്നു. ആദാമിൻ്റെ അനുസരണക്കേട് മുതൽ ദൈവത്തിൻ്റെ സംസർഗവും ദൈവത്തിൻ്റെ ഭരണവും
ഭൂമിയിൽ താൽക്കാലികമായി ദൈവം പിൻവലിച്ചു. അത് ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കാനൊരു കാരണമുണ്ട്. മനുഷ്യൻ പിശാചിൻ്റെ ഭരണത്തിന് കീഴിൽ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതായി. പിശാച് ആ കാര്യത്തിന് നല്ല സാമർഥ്യമുള്ള ആളാണ്. അദ്ദേഹം നന്മയ്ക്ക് പകരം തിന്മയാ വളരുവാൻ ഉള്ള പശ്ചാത്തലം മനുഷ്യജാതിക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. അങ്ങനെ കുറേ കാലത്തേക്ക് ഭൂമിയുടെ ആധിപത്യം, മനുഷ്യൻ്റെ മേലുള്ള ഭരണമെല്ലാം പിശാചിന് ദൈവം ഏൽപ്പിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കാലമായപ്പോഴത്തേക്കും പിശാചിൻ്റെ ഭരണത്തിന് നിയന്ത്രണം വരുവാനുള്ള മാർഗങ്ങൾ, അതിനുള്ള തുടക്കങ്ങളായി. അത് യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശവും അതുതന്നെയായി. സാത്താൻ മനുഷ്യരാശിക്ക് മരണം വിതച്ചു. ആ മരണത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ഒന്നാമത് വന്നത്. അതോടുകൂടി മറ്റൊരു ഉദ്ദേശവും കർത്താവിനുണ്ടായിരുന്നു. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഉദ്ദേശം. ഈ ഉദ്ദേശം രണ്ടും സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ആവശ്യമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം തന്നെ ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിയിപ്പോടുകൂടിയാണ്. ദൈവരാജ്യം സുവിശേഷിച്ചുകൊണ്ട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. 3 കാര്യങ്ങളാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് കേൾക്കുന്നവർ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ അവകാശം ലഭിക്കുന്നത്. അപ്പോൾ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എന്തെങ്കിലും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നും അനുഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ വളരെ ചുരുക്കം പേര് കർത്താവിനെ വിശ്വസിച്ചുള്ളൂ. അങ്ങനെ ചുരുക്കം പേരായി വിശ്വസിക്കപ്പെടുന്ന അവരൊരു വിഭാഗമാണ്. അവർ ദൈവരാജ്യത്തിൻ്റെ ഒരു ആത്മീയ വശമായി തീരുന്നു എന്ന വേദപുസ്തകം പറയുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന് 2 വശങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ ആത്മീയ വശം ഒന്നും
ഭൗമിക വശം രണ്ടാമത്തേത്. ഏദനിൽ ഉണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ ഭൗമിക വശമായിരുന്നു. അതിൻ്റെ ആത്മീയ വശം എന്ന് പറയുന്നത് പിതാവായ ദൈവവും യേശുക്രിസ്തുവും സ്വർഗീയ ദൂതന്മാരുമായിരുന്നു. അവർ അദൃശ്യരായിരുന്നു. അവരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ ആദാമിന് ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ആർക്കും ആ ആത്മീയ വശത്തെക്കുറിച്ച് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭൗമിക വശം എന്ന് പറയുന്നത് ഏദൻ തോട്ടവും അതിൽ അവർക്ക് നൽകിയ സൗഭാഗ്യങ്ങളും അതിൽപ്പെടും. ഇപ്പം ഇവിടെ കർത്താവ് പ്രസംഗിക്കുന്ന ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നവർ. ദൈവരാജ്യം വളരെ അകലെ അല്ല, വളരെ അടുത്തായിരിക്കുന്നു എന്നാണ്. അപ്പം ഇവിടെ പറയുന്ന ദൈവരാജ്യം ഈ രാജ്യത്തിൻ്റെ ആത്മീക വശത്തെക്കുറിച്ചാണ്. ഈ ആത്മീക വശത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ശിഷ്യന്മാരുടെ വിളിയോടുകൂടി ആരംഭിക്കുക. 12 ശിഷ്യന്മാർ ഇതിൻ്റെ മുന്നോടിയായി ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും അംഗീകരിച്ച് മാനസാന്തരപ്പെട്ട് അവർ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആത്മീക വശത്തിൻ്റെ ഭാഗമായി തീരുന്നവർ 144,000 പേർ അടങ്ങുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിന് അമർത്യത എന്ന അനുഗ്രഹമാണ് നൽകപ്പെടുവാൻ പോകുന്നത്. അവർക്ക് സ്വർഗത്തിലാണ് അവരുടെ ജീവിതം. അവർ ആത്മശരീരികളായിത്തീരും. അപ്പം അതുകൊണ്ട് രാജ്യത്തിൻ്റെ ആത്മീയ വശത്തിൽ പെടുന്ന ഈ വിഭാഗത്തെ രാജകീയ പുരോഹിത കുലം എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നുണ്ട്. രാജകീയ പുരോഹിത കുലം. പണ്ട് ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ദൈവം അവരോട് അരുളിച്ചെയ്തു, നിങ്ങളെൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ ലോകജാതികളിൽ വെച്ച് പ്രത്യേകം ഒരു സമ്പത്തായിരിക്കും. പിന്നെ നിങ്ങൾ എനിക്ക് വിശുദ്ധ രാജകീയ പുരോഹിത കുലമായിരിക്കും എന്ന് ജഡിക ഇസ്രായേലിനോട് അരുളിച്ചെയ്തു. ഈ ജഡിക ഇസ്രായേലിൻ്റെ ഒരു പൊരുളാണ് ആത്മീക ഇസ്രായേൽ. ഈ ആത്മീയ ഇസ്രായേലിൽ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവരും രാജകീയ പുരോഹിത കുലമായിരിക്കും. ഇതിൻ്റെ രാജാവ് യേശുക്രിസ്തുവാണ്. ബാക്കി വരുന്ന ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന 144,000 പേർ അവർ പുരോഹിത കുലമാണ്. അപ്പോൾ ഒന്നാമത്തെ വരവിൽ കർത്താവിൻ്റെ ഉദ്ദേശം ഈ പുരോഹിത കുലത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ബലിയിലുള്ള വിശ്വാസം വഴി ക്രിസ്തുവിനെ പോലെ ജീവിതത്തിലും പ്രവൃത്തിയിലും ആയിത്തീർന്നവരാണ്. അവർക്ക് മറ്റൊരു പേരുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ എന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ. ഇത് രാജ്യത്തിൻ്റെ ഒരു വശം മാത്രമാണ്. ഇത് രാജ്യത്തിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ ഒന്നാം വരവിൽ കൂടുതലായ കാര്യങ്ങൾ
വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ആത്മീയ കാര്യങ്ങൾ സാധിച്ചതിൻ്റെ ശേഷമാണ് ഭൗതിക വിഷയങ്ങൾ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതെ ആത്മീക വശത്തെക്കുറിച്ച് കൂടുതലായി സംസാരിച്ചത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ രാജ്യത്തിൻ്റെ ഭൗമിക വശത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഭൗമിക വശത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്കുകൾ. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലാകണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാനാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമെന്നാണ്. സ്വർഗം എപ്പോഴും സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ഈ ഭൂമിയും ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലായിത്തീരണം. ആദാമിനെ ഹവ്വയെയും സൃഷ്ടിക്കുന്ന കാലത്ത് അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് സന്തോഷത്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഈ ഭൂമിയും അന്ന് ആദാമും ഹവ്വയും. ആ സന്തോഷത്തിൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ട് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥയിൽ അവർ ആയിത്തീരുകയും അത് മക്കളിലേക്കും പാരമ്പര്യമായിട്ട് അവരുടെ അനുഭവങ്ങൾ പകരപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പാപവും പാപത്തിൻ്റെ ഫലമായ മരണവും അതാണ് നമ്മുടെ പിതാവിൻ്റെ സ്വത്ത്. ആ സ്വത്ത് മനുഷ്യരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. തലമുറകളിലേക്ക് അത് കൈമാറിക്കൊണ്ടിരുന്നു. ആ മരണം ഇന്നും നിലനിൽക്കുന്നു. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ദുരന്ത ഫലങ്ങൾ ഇന്നും ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം സന്തോഷം അപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും വീണ്ടെടുക്കുവാൻ പോരുന്നതായ ദൈവത്തിൻ്റെ ഭരണകൂടം, ദൈവത്തിൻ്റെ രാജ്യം, ആ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അപ്പോൾ ഭൂമിയിലാകുമ്പോൾ രാജ്യത്തിൻ്റെ ഭൗമിക വശം ആരംഭിക്കും എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ, മനുഷ്യരാശിക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം രാജ്യത്തിൻ്റെ ഭൗമിക വശത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അത് സ്ഥാപിക്കപ്പെടുന്നതും അതിനുള്ള സമയവും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അപ്പോസ്തല പ്രവൃത്തി 3:19 വാക്യം നോക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളും. എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. മതി. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു.
അങ്ങനെ എന്നും യേശു സ്വർഗത്തിൽ ഇരിക്കുന്നതല്ല. ആശ്വാസകാലങ്ങൾ ആരംഭിക്കുവാൻ യേശുക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ വരും. അങ്ങനെ വരുമ്പോൾ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യും എന്നാ പറഞ്ഞിരിക്കും. അപ്പോ പുനരുത്ഥാനം ചെയ്തു വരുന്ന പൊതുലോകത്തെ സംബന്ധിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ ഭൗമിക വശം ആരംഭിക്കും. ഈ ആത്മീക വശവും ഇതിൻ്റെ ഭൗമിക വശവും ഇതിൻ്റെ എല്ലാ നിയന്ത്രണവും ക്രിസ്തുവിനും സഭയ്ക്കും മാത്രമായി പരിമിതപ്പെടും. മറ്റുള്ള അധികാരങ്ങൾ, പൈശാചികമായ അധികാരങ്ങളെല്ലാം തടയപ്പെടും. പിശാചിൻ്റെ എല്ലാ ശക്തികൾക്കും നീക്കം വരുത്തും. അങ്ങനെ വരുത്തുന്നത് മുതലാണ് സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിൻ്റെ വാഴ്ച ആരംഭിക്കുന്നത്. ഒരു 1000 ആണ്ടത്തെ വാഴ്ചയിൽ കൂടിയാണ് ദൈവരാജ്യത്തിൻ്റെ ഭൗമിക വശം ഭൂമിയിൽ സ്ഥാപിക്കുന്നത്. അതിന് 1000 വർഷം വേണ്ടിവരും. ഇതിൻ്റെ ഭൗമിക വശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ യെശയ്യാവ് 35 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ ഭൂമിക്ക് കൈവരാൻ പോകുന്ന മാറ്റങ്ങൾ, ഭൂമിയുടെ സൃഷ്ടികൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം യെശയ്യാവ് 35 വിവരിച്ചിട്ടുണ്ട്. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിൻ്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുനരുത്ഥാനം ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചാണ്. മരുഭൂമിയും വരണ്ട നിലവും ഘോഷിച്ചാനന്ദിക്കും. ഈ ഭൂമി ഫലപ്രദമായി വിളയുന്ന ഒരു അവസ്ഥയിലായിത്തീരും. നിർജ്ജനമായി കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന മരുഭൂമികൾ അതെല്ലാം കൃഷിക്ക് യോഗ്യമായിത്തീരും. അവിടെയെല്ലാം ഏദൻ തോട്ടം പോലെയായിത്തീരും. അതാണ് ഭൂമിക്ക് വരുവാൻ പോകുന്ന ഒരു മാറ്റം. അതുകൊണ്ട് തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. ദൈവത്തിൻ്റെ രാജ്യം മുഖാന്തരമുള്ള അനുഗ്രഹങ്ങൾ സ്ഥാപിതപ്പെടുന്നതോടുകൂടി എല്ലാ മനുഷ്യർക്കും മനധൈര്യം നൽകപ്പെടും, നിരാശ മാറ്റപ്പെടും, എല്ലാവർക്കും സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. 2 കാര്യങ്ങളാണ്. ഇതും രാജ്യത്തിൻ്റെ ഭൗമിക വശത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രതികാരവും പ്രതിഫലവും വരുന്നു എന്നാണ്. ഇവിടെ പ്രതികാരം ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാവുന്നവർക്ക് ശിക്ഷ, 2ാം മരണമാകുന്ന ശിക്ഷാവിധി ഉണ്ടാവും. പ്രതിഫലം ലഭിക്കുന്നവരോ ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തെയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കപ്പെടും. അതാണ് പ്രതികാരവും പ്രതിഫലവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും. ഇന്നിപ്പോ കുരുടന്മാർ, ജഗടന്മാർ, മുടന്തന്മാർ, അങ്ങനെ പല വൈവിധ്യങ്ങളുള്ള ആളുകളാണ് ഇന്ന്
ഭൂമിയിലുള്ളതും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ഓടും, ഓമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത്, അവ കിടക്കുന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നുപോകുകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും, വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോവുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ അവിടെ കാണുകയുമില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അവരുടെ തലം നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അപ്പോൾ രാജ്യം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ യെശയ്യാവ് 35 പറയുന്ന ഈ പ്രവചനത്തിൻ്റെ സർവ നിവൃത്തിയും അവിടെ സംഭവിക്കും. അത് രാജ്യത്തിൻ്റെ ഭൗമിക വശത്തിൽപ്പെട്ട കാര്യമാണ്. ഭൂമി മുഴുവൻ പറുദീസയായിത്തീരും. പറുദീസയിൽ പണ്ട് ആദാമിനോടുകൂടെ ദൈവം ഇടപെട്ടതുപോലെ മുഴുവൻ മനുഷ്യരാശിയോടും ദൈവം ഇടപെടും. അപ്പോൾ ഈ ഭൗമിക വശം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ സാത്താൻ എന്ന് പറയുന്ന ആ മഹാശക്തി അവനെ എന്നേക്കുമായി ദൈവം നശിപ്പിക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ ആത്മീയ വശവും ഭൗമിക വശവും ഒത്തുചേർന്ന് ഒരു അനുഗ്രഹസമ്പൂർണമായ പറുദീസ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ സ്ഥാപിക്കപ്പെടും. ഈ വാക്യങ്ങളുടെ വിശദീകരണം, യെശയ്യാവ് 35 പറയുന്ന വാക്യങ്ങളുടെ വിശദീകരണം, അത് ഏതൊരു കുട്ടിക്ക് പോലും വായിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാജ്യം സ്ഥാപിക്കപ്പെട്ടു കഴിയുമ്പോൾ സന്തോഷവും ഉല്ലാസവും മനുഷ്യരാശി കൈവരും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇനി ഈ രാജ്യത്തിൻ്റെ സ്ഥാപനകാലത്തെക്കുറിച്ചും അതിൽ നടക്കുന്ന ന്യായവിധിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ചിന്തിക്കാമെന്നാണ് വിചാരിക്കണം. ഇപ്പം രാജ്യത്തിൻ്റെ ഈ 2 വശങ്ങളെക്കുറിച്ച് അതൊരു സൂചന നമുക്ക് കിട്ടുന്നത് എന്താണ് ദൈവരാജ്യമെന്ന് മനസ്സിലാക്കുവാൻ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.